അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, ഞാൻ ഇന്ന് നിങ്ങളുമായി സംസാരിക്കുന്ന വിഷയം ഒരു ചെറിയ വിഷയമാണെങ്കിലും വളരെയധികം ഗൗരവത്തോടുകൂടി മനസ്സിലാക്കേണ്ട കാര്യത്തെക്കുറിച്ചാണ്. നിസ്കാരം നമുക്കെല്ലാവർക്കും നിർബന്ധമാണ്. ആ നിസ്കാരത്തിൽ ചില ആളുകളുടെ ചില പ്രവൃത്തികൾ നിസ്കാരത്തെ ബാത്തുലാക്കി കളയുന്നത് നമുക്ക് കാണാം. ഒരു ഉദാഹരണം ഞാൻ പറയാം. പലതും നമുക്ക് പറയാൻ കഴിയും. ഒറ്റ ഒരു ഉദാഹരണം. ചില ആളുകൾ, അത് ഞാൻ പറയാൻ പോകുന്ന വിഷയം പഠിക്കാത്തത് കൊണ്ടോ അറിയാത്തത് കൊണ്ടോ അല്ല, അതിനെക്കുറിച്ച് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. അതായത്, നിസ്കാരത്തിൽ തുടർച്ചയായ 3 അനക്കങ്ങൾ അനങ്ങിയാൽ ആ നിസ്കാരം ബാത്തുലാകും എന്നതാണല്ലോ നമ്മുടെ ശാഫിഈ മദ്ഹബ് പഠിപ്പിക്കുന്നത്. അപ്പം ചില ആളുകൾ, അത് മഅ്മൂമീങ്ങളെന്നോ ചില ഇമാമിയങ്ങളെന്നോ വ്യത്യാസമില്ലാതെ പലരിലും ഇത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. റുക്കൂഇൽ പോയതിന് ശേഷം റുക്കൂഇൽ നിന്ന് ഇഅ്തിദാലിലേക്ക് വന്ന് സമിഅല്ലാഹു ലിമൻ ഹമിദഹ് എന്ന് പറയുമ്പോൾ ആ കൈ 3 പ്രാവശ്യത്തിനേക്കാൾ കൂടുതൽ തന്നെ തുടർച്ചയായി അനങ്ങുന്നത് കാണാൻ കഴിയും. സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞ് കൈ പൊക്കി താഴ്ത്തിയിടുമ്പോൾ കൈ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തുടർച്ചയായി അനങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആ 3 പ്രാവശ്യം തുടർച്ചയായി അനങ്ങിയാൽ നിസ്കാരം എന്താകും? ബാത്തിലാകും എന്നതാണ്. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞ് കൈ താഴ്ത്തിയിടുമ്പോൾ കൈ ഓട്ടോമാറ്റിക്കായി ചിലപ്പോൾ അനങ്ങിപ്പോകും. പക്ഷെ നമുക്ക് ശ്രദ്ധയുണ്ടാവണം. നാം ശ്രദ്ധിച്ചുകൊണ്ട് നിസ്കരിക്കണം. നമ്മുടെ നിസ്കാരം അത് അള്ളാഹു സ്വീകരിക്കാൻ വേണ്ടിയാണല്ലോ നിസ്കരിക്കുന്നത്. അതിൻ്റെ പ്രതിഫലം എന്ന് മാത്രമല്ല, ആ നിസ്കാരം തന്നെ ബാത്തുലാക്കി കളയുന്ന ഇത്തരം പ്രവൃത്തികളെ സംബന്ധിച്ച് നാം വളരെയധികം ശ്രദ്ധിക്കണം എന്നുകൂടി ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു. പലതും ഇത് നമുക്ക് പറയാൻ കഴിയും. ഇൻഷാ അല്ലാഹ് മറ്റൊരു വിഷയമായി നമുക്ക് പിന്നീട് വരാം എന്ന് ഓർമ്മപ്പെടുത്തി വാക്കുകൾക്ക് വിട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.